ഇനി ഒരു വിദേശി ടച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ്. തിരുവനന്തപുരത്ത് ഇടവയിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ ആളുകളെ കണ്ടാൽ ഇതിനോടൊപ്പം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും, ആളുകൾ ഞെട്ടിപ്പോകും. സ്പെയിനിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരിറങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ ചുവട് പിടിച്ചവർ ചിത്രം വരയ്ക്കുന്നു, പാട്ടുപാടുന്നു. അങ്ങനെ LDFിൻ്റെ ചുവരെഴുത്ത് പ്രചാരണ പരിപാടികളുടെ ഭാഗമാകുകയാണ് ഈ സ്പാനിഷുകാർ. സാധാരണ നടന്നു പോകുന്ന റോഡിലൂടെയല്ല അന്ന് സ്പെയിനിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ വർക്കല ക്ലിഫിലേക്ക് പോയത്. പോകും വഴി ഇഷ്ടമുള്ളത് എന്തോ കണ്ണിലുടക്കി. മറ്റൊന്നും ചിന്തിക്കാതെ അവർ അരിവാൾ ചുറ്റിക ചിഹ്നത്തിന് നിറം പകർന്നു. അങ്ങനെ സ്പെയിനിൽ നിന്നെത്തിയവരും അവിചാരിതമായി കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി. ചുവരെഴുത്തിൻ്റെ നമ്മൾ ചിഹ്നം കൊണ്ട് തുടങ്ങിയ സമയത്ത് തന്നെ അവരവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. അവരവിടെ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അവർ പറഞ്ഞു, അവരോട് ഞാൻ സംസാരിച്ചു. അവിടുത്തെ സ്പെയിനിലെ മ്യൂസീഷ്യനാണ്. എന്നിട്ട് പാർട്ടി ഭയങ്കര അനുവാദിയാണ്. അങ്ങനെയാണ് അവർ ഓൺ പാടിയ റെക്കോർഡൊക്കെയാണ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടതാണ്. പക്ഷേ അതിപ്പം ഇങ്ങനെ ഒരു വൈറലാവുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. തിരുവനന്തപുരം ഇടവ ഗ്രാമപഞ്ചായത്തിന്റെ 15-16 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികളുടെ ചുവരെഴുത്തിലാണ് വിദേശികൾ പങ്കുചേർന്നത്. ഈ പങ്കുകൊള്ളലിനു പിന്നിൽ കേവലം കൗതുകം മാത്രമല്ല, പിന്തുടരുന്ന രാഷ്ട്രീയത്തോടുള്ള ആവേശം കൂടിയാണെന്ന് കൂടി നിന്നവരോട് വിദേശികൾ പറഞ്ഞു. ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് ചുവരെഴുത്ത് പുരോഗമിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ രസകരമായി അവർക്കും ആശയത്തോടൊക്കെ ആഭിമുഖ്യമുള്ളവരാണ്, ഒപ്പം പാട്ടുകാരാണ്, വരയ്ക്കുന്നവരാണ്. അങ്ങനെയാണ് അവർ ഇതിൻ്റെ ഭാഗമായി മാറുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കേരളത്തിലേക്ക് വരുന്ന വിദേശികൾക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അവരുടെ ഒരു യാത്രാനുഭവത്തെ കൂടുതൽ സമ്പന്നമാക്കും. നല്ല കാഴ്ചകളാണെങ്കിൽ അടിപിടി ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ രാഹുലുണ്ട്. രാഹുലെ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂടി അവർ വരയ്ക്കാൻ തയ്യാറാവോ? അന്നത്തെ ആ കൗതുകവും അതിന് ആളുകൾക്കല്ലേ, നാട്ടുകാർക്കും ഒരു രസമുള്ള കാഴ്ചയാണ്. മറ്റെന്തൊക്കെയാണ് അവർ പറഞ്ഞേക്കെ? ഈ മനുഷ്യന്മാരെ ഒന്നിപ്പിക്കുന്ന എന്തെങ്കിലും അത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ ഇടവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. അതായത് അതിരുകളില്ലാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ അതിരുകളും അല്ലെങ്കിൽ അവ പണിഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, പല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു നിമിഷം മാഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ച കാണുന്നു. കാരണം സ്പെയിനിൽ നിന്നെത്തുന്നു, അവർ അവിചാരിതമായി മറ്റൊരു വഴിയിലൂടെ ക്ലിഫിലേക്ക് നടക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അവർക്ക് അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിഹ്നം കാണുന്നു. ആ ചിഹ്നം ഇവിടെയും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് കരുതി അവർ മുന്നോട്ട് വരികയാണ്. അരിവാൾ ചുറ്റിക എന്ന ചിഹ്നം കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് തങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങളാണ്, തങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാകും. മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് മറ്റ് രാഷ്ട്രീയ ധാരകളുമായൊക്കെ ആയിരിക്കും, ചിന്താധാരകളുമായിട്ടൊക്കെ ആയിരിക്കും ബന്ധമുള്ളത്. പക്ഷേ ഇവിടെ അത് തന്നെയാണ്. അവരുടെ അഭിവാദ്യ ഗാനം പാടിക്കൊണ്ട് ഇടവയിലെ LDF സ്ഥാനാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ആ പ്രചാരണത്തിൻ്റെ ഭാഗമാകുന്ന സ്പെയിനിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് കൗതുകത്തിനപ്പുറം മനുഷ്യരൊക്കെ എവിടേക്കോ ഒന്നാണ്. എന്തൊക്കെയോ മൂല്യങ്ങൾ, അത് രാഷ്ട്രീയമാകട്ടെ സാംസ്കാരികമാകട്ടെ എന്തുമാകട്ടെ, ആ മൂല്യങ്ങൾ മനുഷ്യരെ ഒന്നായി ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ചേർത്ത് നിർത്തുമ്പോൾ അവിടെ മനോഹരമായ പാട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടവയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. ഒപ്പം എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അത് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുടേതാണ്, രാഷ്ട്രീയമായ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളുടേതാണ്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് സ്പെയിനിൽ നിന്ന് വന്നവരും ചൂണ്ടിക്കാട്ടുന്നത്. അവർ എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വിദേശികളും വരുന്നു എന്നുള്ള കൗതുകം വാർത്തയിലുണ്ട്. അപ്പുറം ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ ഒന്നായി ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുന്ന പല ഘടകങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതിലേക്ക് മനുഷ്യർ നടന്നു കയറുമ്പോൾ അത് മനോഹരമായ കാഴ്ചയായി മാറും. അവിടെ മനോഹരമായ പാട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി രാഹുൽ, എന്തായാലും